മഴ ശക്തമായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കോഴിക്കോട് കല്ലുത്താൻകടവ് ഫ്ളാറ്റ് നിവാസികൾ. കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിന്റെ സീലിംഗ് അടർന്നു വീണതോടെ ഭയത്തോടെയാണ് ഫ്ളാറ്റിലെ താമസക്കാർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. നിരവധി തവണ കോർപ്പറേഷൻ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും പരിഹാരം കാണുന്നില്ലെന്നാണ് താമസക്കാരുടെ പരാതി. മഴ ശക്തമായതോടെ കല്ലുത്താൻകടവ് ഫ്ളാറ്റിലെ 7ാം നിലയിലെ സീലിംഗ് ആണ് കഴിഞ്ഞ ദിവസം അടർന്നു വീണത്. ഫ്ളാറ്റിന്റെ ചുവരിൽ വിള്ളലും വീണിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ സമയം ഫ്ളാറ്റിലെ സീലിംഗ് അടർന്നു വീണിരുന്നു. പണിക്ക് പോകേണ്ട ഒരു സമയമാണ്. ആ പോകുന്ന സമയത്ത് ഇവിടെ അനിയത്തി ഇവിടെ കിടന്നുറങ്ങുക, ചായ കുടിക്കുന്നു, ഇവിടെ ഏറ്റ ഇവിടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് എൻ്റെ ഒരു സാധനം മേലെ നിന്ന് ഇടിഞ്ഞു വീണ്. ഞങ്ങൾ വെച്ചിട്ട് പ്ലേറ്റ് എന്തോ വീണാണ്. ഒപ്പം കൊണ്ട് സിമെൻ്റ് ഒന്നായിട്ട് ഇടിഞ്ഞു വീണ്. പിന്നെ അത് കഴിഞ്ഞ ഞങ്ങൾ അടിച്ചു വാരാൻ നോക്കിയപ്പോഴോ രണ്ടാമതും അതിൻ്റെ മണ്ണ് വീണ് മൊത്തമായിട്ട് പൊളിഞ്ഞു വീണാന്. എന്തോ ഭാഗ്യം കൊണ്ട് ഇവിടെ അനിയത്തിൻ്റെ മേത്ത് പരിക്കേറ്റില്ല. പിന്നെ ഞാനവിടെ ഇരുന്ന് ചായ കുടിക്കാണ്ട് നിൽക്കേനി. എന്തോ അതിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിരുന്ന് ചായ കുടിച്ച്, വൈഫിനോട് ഇരുന്ന് ചായ കുടിച്ച്. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് താമസക്കാരുടെ പരാതി. ഇത് സാധനത്തിൽ മോള് തലയ്ക്ക് വീണത് എന്താകും? ഈ ചെറിയ മോളൊക്കെ ഇവിടെ കിടക്കുക, അങ്ങനെ ഇവിടെ കിടക്കുക, ശവങ്ങളില്ല. അപ്പോൾ ഞാൻ പണിക്ക് പോയി അത്ര പേടിച്ചിട്ട് വന്നതാ. വന്ന് നോക്കുമ്പോൾ ഇതാണ് സംഭവം കണ്ടത്. ആരും വന്നിട്ടില്ല ഇവിടെ, ആരും വന്നിട്ടില്ല. ഇപ്പം എങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ കിടന്ന് ഉറക്കം വെത്തുന്നില്ല. എനിക്ക് സമാധാനം ഇല്ല രാത്രിയൊക്കെ കിടന്ന് ഉറങ്ങുമ്പോൾ എത്തിയായിട്ട്. ഇവിടെ കിടന്ന് നിങ്ങൾക്ക് ഫ്ലാറ്റ് വേണ്ട, ഇവിടെ തന്നെ വേറെ എവിടെയെങ്കിലും കിട്ടിയാൽ മതി. എനിക്ക് കുട്ടികളും മക്കളും ഇവിടെ കിടക്കുന്ന സാറേ. 140 കുടുംബങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമുള്ള 7 നില കെട്ടിടത്തിലെ ജീവിതം ഓരോ ദിവസം കഴിയുന്തോറും താമസക്കാർക്ക് ദുരിതപൂർണമായ അനുഭവങ്ങളാണ് നൽകുന്നത്. ജീവന ഭീഷണിയിൽ കഴിയുന്ന 100 കണക്കിന് ആളുകളുടെ പരാതിക്ക് പരിഹാരം കാണാൻ കഴിയാത്ത അധികാരികൾക്കെതിരെ സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. ജനം, കോഴിക്കോട്.